ആലപ്പുഴ നൂറനാട്ട് 4ാം ക്ലാസ്സുകാരിയെ പിതാവും രണ്ടാനമ്മയും മർദ്ദിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറനാട് SHOയോടും റിപ്പോർട്ട് തേടി. CWCക്ക് മുന്നിൽ ഹാജരാക്കിയ കുട്ടിയെ മുത്തശ്ശിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. മികച്ച വിദ്യാഭ്യാസം നൽകി വളർത്തുമെന്ന് കുട്ടിയുടെ മുത്തശ്ശി ഉറപ്പ് നൽകിയതായി CWC ചെയർപേഴ്സൺ വ്യക്തമാക്കി. പ്രതികരണം: അവർ കുഞ്ഞിനെ വളർത്തും, ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കും. ഒരു 2 മാസമേ ഉള്ളൂ ഇവരെ കയ്യിൽ നിന്ന് മാറിയത്, പുതിയ വീട്ടോട്ട് മാറിയത്. അപ്പോൾ ഇനി അവരെങ്ങും വിടത്തില്ല. കുഞ്ഞിനെ എൻ്റെ ഒപ്പം നിർത്തി വളർത്തി വലുതാക്കി വിടും, പഠിപ്പിക്കും. എന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സാധാരണ ആളുകൾ പറയും വിവാഹം കഴിച്ച് വിടുമെന്ന്, അല്ലേ? 18 വയസ്സ് വരെ വളർത്തും, വിവാഹം കഴിച്ച് വിടുമെന്ന്. അങ്ങനെയല്ല, അവളെ പഠിപ്പിക്കും, എത്ര വേണമെങ്കിലും പഠിപ്പിക്കും. അവളെ ഒരു നല്ല ഉദ്യോഗസ്ഥയാക്കും എന്നാണ് പറഞ്ഞത്. കുട്ടി നേരിട്ട ക്രൂരത 24 ആണ് പുറം ലോകത്തെ അറിയിച്ചത്. ആദിക്കാട്ടുകുളങ്ങര സ്കൂളിന് മുന്നിൽ സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായിരുന്നു. സുജിത്ത്, നമുക്ക് ഇതൊരു സന്തോഷത്തിന്റെ നിമിഷം കൂടിയാണ്. കാരണം ഇങ്ങനെയൊരു അതിക്രൂരതയുടെ വാർത്തയൊക്കെ അറിയിക്കുന്നു. അതിനുശേഷം ബാലാവകാശ കമ്മീഷൻ ഇടപെടുകയും ഇപ്പോൾ ആ കുഞ്ഞ് സുരക്ഷിതമായ കരങ്ങളിലേക്ക് കുഞ്ഞിനെ എത്തിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തു. സുജിത്ത്. അതെ അനുജ, ഈ സംഭവം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു, അധികൃതരിലേക്ക് എത്തിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ സംഭവത്തിൽ മന്ത്രിയുടെ ഇടപെടലുണ്ടായി. കുട്ടിക്ക് നീതി നൽകും, നീതി ഉറപ്പാക്കും എന്ന വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. ഈ കുട്ടിയെ മർദ്ദിച്ച പിതാവിനെയും രണ്ടാനമ്മയും പിടികൂടാൻ വേണ്ടി ആലപ്പുഴയിലെ ആലപ്പുഴ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ചിരിക്കുന്നു. SHO നൂറനാട് SHO ആയിട്ടുള്ള ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെയും പ്രതികളെ പിടികൂടാനായിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ എന്തായാലും ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർക്ക് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ സംഭവം കുട്ടിക്ക് ഏറ്റവും ഒടുവിൽ മർദ്ദനം ലഭിക്കുന്നതിന് മുൻപും കുട്ടി മർദ്ദനത്തിനിരയായിട്ടുണ്ട്. കുട്ടിയുടെ കാലിൽ അടിയേറ്റ പാടുകൾ ഉൾപ്പെടെ ക്ലാസ് ടീച്ചർ സ്കൂൾ അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ ഇത് PTA മറ്റ് അധികൃതരെയോ അന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് അറിയിച്ചിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, പ്രതിയെ പിടികൂടിയില്ലെന്ന് മാത്രമല്ല, പ്രതി കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിലെത്തി ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ കുട്ടിയെയും പിതൃമാതാവിനെയും മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് വീട്ടിൽ നിന്നും ഇവർ ഇറങ്ങി ഓടി. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകളൊക്കെ ഉണ്ടായത്. കുട്ടിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും PTA പ്രസിഡന്റ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. PTA പ്രസിഡന്റിനോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇപ്പോൾ ഇദ്ദേഹത്തെ ഇന്നലെയുമായി ഈ പ്രതി ഫോണിൽ ഭീഷണിപ്പെടുത്തിയ തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഈ നേരത്തെയും കുട്ടി സമാനമായ രീതിയിൽ പീഡനം ഏറ്റിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അത് പുറത്തു വന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളന്ന് രാവിലെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ എത്തിയപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ മർദ്ദനമേറ്റ നിലയിൽ കാണപ്പെട്ടത്. അപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നതും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തത്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് ആണ് ആ കുട്ടി ആ സമയത്ത് ഇത്രയും മൃഗീയമായിട്ടൊരു ഇത്രയും പാടുകൾ ശരീരത്തിലുള്ള സ്ഥിതിക്ക് അത്രയും മർദ്ദനമേറ്റിട്ടും ആദ്യമായിട്ടാണ് കുട്ടി സ്കൂൾ അധികൃതരെ അന്നാണ് അറിയിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതെ, അതാണ് സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ PTA സംശയം. അതാണ് ഇപ്പോൾ പറയുന്നത്.